KSRTCയെ മെച്ചപ്പെടുത്താൻ ഒരുപാട് നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് CMD ആയ ടോമിൻ തച്ചങ്കരിയെ വളരെ അപ്രതീക്ഷിതമായി ആ പദവിയിൽ നിന്നും മാറ്റിയത്. ഒരുപാട് കാരണങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ വലിയ എതിർപ്പ് എന്ന് പരസ്യമായൊരു രഹസ്യം ഇന്ന് നാട്ടിൽ പാട്ടാണ്. KSRTC എങ്ങോട്ട്, എന്താണ് സംഭവിക്കുന്നത്? ടോമിൻ തച്ചങ്കരി നേരിട്ട് സംസാരിക്കുകയാണ്. സ്വാഗതം. സത്യത്തിൽ KSRTC ഒരു റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നു എന്നൊരാശങ്ക താങ്കൾക്കുണ്ടോ? ഇല്ല, ഇതിനടുത്ത് വരുന്ന MD ആയിട്ട് വരുന്ന ആൾ എൻ്റെ തന്നെ ഒരു ജൂനിയർ ഓഫീസറാണ്, എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമാണ്. അയാൾക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് തന്നെ ഓർത്തിരിക്കുകയാണ്. വളരെ അധികം സ്നേഹിച്ച് അധികം സമയം ചെലവഴിച്ച് ഒരു ഗിയറിലേക്ക് ഇട്ടിരിക്കുന്നൊരു വണ്ടിയാണിത്. അപ്പോൾ അത് പിറകോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഇപ്പം ഒരു വാക്കമാണല്ലോ, ഞാനും ഇല്ല, പുതിയ ആൾ ഏറ്റെടുത്തിട്ടുമില്ല, ആരും പ്രതീക്ഷയില്ല, ഞാൻ പോലും സ്വപ്നത്തിൽ പ്രതീക്ഷയില്ല KSRTC ഇത്ര മാറുമെന്ന്. വലിയൊരു തുക ഇവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ശബരിമല അതിനൊരു കാരണമാണ് എന്നുള്ളത് ഒഴിച്ചാൽ അത്ര വലിയൊരു വ്യത്യാസം ശബരിമല ഉണ്ടായില്ല. കാരണം അവിടെ യൂണിയൻ നേതാക്കൾ പറയുന്നത് ശബരിമല കൊണ്ട് മാത്രം സംഭവിച്ചതാണ്, അതല്ലാതെ തച്ചങ്കരിയുടെ യാതൊരു മികവും അതിനകത്തില്ല എന്ന് പരസ്യമായി പറഞ്ഞ യൂണിയൻ നേതാക്കളെ താങ്കളും കണ്ടല്ലോ. യൂണിയൻ നേതാക്കളെ ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. അവരെ ഞാൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കുമായിരുന്നു. അതായിരുന്നല്ലോ ഒരു പ്രധാന കാരണം. അപ്പം അവിടെ ഒരു പ്രത്യേക സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ KSRTC അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മറ്റൊരു സെറ്റപ്പ്. അപ്പോൾ ആ സെറ്റപ്പായിരുന്നു ഇതുവരെ KSRTC നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെടും. എല്ലാ കാര്യങ്ങളിലും അവർ കരുതുന്നത് ഈ ട്രേഡ് യൂണിയൻസിൻ്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. അവർ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം. എൻ്റെ മാനേജ്മെൻറ്റിൽ അല്ല എന്നും വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയേണ്ട ഒരു സെഗ്മെൻ്റാണ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ബൈ ലാർജ് ഞാൻ പോകുന്നിടം വരെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു. പാതി വഴിയിൽ താങ്കളെ കൈയൊഴിഞ്ഞു. അത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഗവൺമെൻറ് കാണിച്ചു കൊടുത്തല്ലോ, ഈ സ്ഥാപനം നന്നാക്കാം എന്നത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ട്രേഡ് യൂണിയൻ പറയുന്നു അതല്ല ഞങ്ങൾക്ക്, അപ്പം നീ അപ്പോൾ അടുത്ത് വാച്ച് ചെയ്യും, ഗവൺമെൻറ് വാച്ച് ചെയ്യും. 10 മാസം പിന്നിടുമ്പോൾ ഈ ട്രേഡ് യൂണിയനുകളുടെ വലിയ സമ്മർദ്ദത്തിൽ ഒരു സർക്കാർ കീഴടങ്ങിയാൽ അത് തച്ചങ്കരിയുടെ പരാജയമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ സർക്കാരാണല്ലോ എനിക്കിങ്ങനെ ഒരു അവസരം തന്നത്. അപ്പം സർക്കാരിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നുള്ള എൻ്റെ പൂർണ്ണ ഒരു ഉദാഹരണമാണല്ലോ അത്. തന്നെയുമല്ല, ഞാൻ പിൻവലിയുന്ന ദിവസം വരെ ഞാൻ കൊടുത്ത അവസാന പ്രപ്പോസലായിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ 407 ഇലക്ട്രിക് ബസ്സുകളും വെറ്റ് ലീസിലെടുക്കുന്നതാണ്, അതായത് വാടക വണ്ടി. യൂണിയനുകളൊക്കെ അതിനെതിരുമാണ്. എന്നിട്ടും ഞാൻ കൊടുത്ത പ്രപ്പോസലിലെ ഗവൺമെന്റ് എൻഡോസ് ചെയ്ത് ബഡ്ജറ്റിൽ പ്രസംഗിക്കുക. മുഖ്യമന്ത്രി തന്നെ ഈ 1 മാസത്തെ ശമ്പളം KSRTCയുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതിനെ പ്രശംസിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. 3 ദിവസം കഴിയുമ്പോൾ അതേ CMDയെ പുറത്താക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 ദിവസത്തിനിടയിൽ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ യൂണിയനുകളുടെ സമ്മർദ്ദം അത്രമേൽ വലുതായി മാറിയിട്ടുണ്ട്, നിഷേധിക്കാനാവില്ലല്ലോ. ഈ 3 ദിവസം കൊണ്ടുണ്ടായതല്ല, അത് കുറച്ച് നാളായിട്ട് ഇവരിങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിരുന്നു. അല്ല, അപ്പോഴും ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചിരുന്നത് ഞാനൊരു ഘട്ടത്തിലെത്തട്ടെ എന്നായിരിക്കും. ഉദാഹരണത്തിന് എന്നെ അയച്ചത് ഒരു പദ്ധതിയോട് കൂടിയാണ്. ഒരുപക്ഷെ 1.5 വർഷം കൊണ്ട് ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലം ഞാൻ 10 മാസം കൊണ്ട് എത്തിക്കാണും അവരുടെ കാഴ്ചയിൽ. ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്തു ഗവൺമെൻറ്റിന്. ഇതൊന്നും എൻ്റെ നേട്ടമല്ല, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം എന്നെയും ഗവൺമെൻറ്റിനെ രണ്ടായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ. പക്ഷേ എന്ത് കാര്യം, താങ്കൾ പോയി കഴിഞ്ഞ ഉടൻ തന്നെ അവിടുത്തെ മൊത്തം കാര്യങ്ങളിലും യൂണിയൻ നേതാക്കൾ ഇടപെടുന്നു, പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കുന്നു. അത് ഈ ട്രേഡ് യൂണിയൻസിൻ്റെ ഒരു ഭാഗമാണ്. എവിടെയെങ്കിലും ഒരു വീക്ക്നെസ്, ഒരു വാക്കം കണ്ടാൽ അവിടെ കയറി ആക്ട് ചെയ്ത് നോക്കും. നടന്നില്ലെങ്കിൽ അങ്ങ് പിൻവാങ്ങും. അപ്പം ഇവിടെ ഇപ്പോൾ KSRTCയുടെ തലപ്പത്ത് ഇപ്പോൾ ആരുമില്ല. ആ ഒരു വാക്കമാണ് ഒരു പക്ഷേ അവർ ഉപയോഗിച്ചിരിക്കാൻ സാധ്യത. മുട്ടുകുത്തിച്ചു കൊടുത്ത യൂണിയൻ നേതാക്കൾ, താങ്കൾ തന്നെ പറഞ്ഞ താങ്കളുടെ തന്നെ ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥന് എത്രമാത്രം പിടിച്ചു നിൽക്കാനാവും? വീണ്ടും അതൊരു യൂണിയൻ ഭരണത്തിലേക്ക് പോകുന്ന KSRTC അങ്ങനെയല്ല. ഗവൺമെന്റിന്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടാൽ ഇവരുടെ ആരുടെയും കളി നടക്കില്ല. അതാണ് അതിന് മെയിൻ. വ്യക്തികളല്ല പ്രധാനം. ആക്ച്വലി 20 കോടി പ്ലസ് ഒരു DA 23 കോടി രൂപ ഈ മാസവും തരാനായി ഫയൽ അവസാന ഘട്ടത്തിരിക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയോടും അതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശ്രദ്ധപ്പെടുത്തിയിട്ട് സ്വന്തമായിട്ട് പൈസ കൊടുക്കാൻ പോവാണ് സാർ, കൊടുക്കട്ടെയോ എന്ന് ചോദിച്ചിട്ട് ധനമന്ത്രി അടുക്ക ചെന്നിട്ട് ഞാൻ പറയാണ് ഇത്തവണ പണം വേണ്ട. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി, എന്നിട്ട് വളരെ വിശാലമായി ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ തച്ചങ്കരിക്ക് എന്തുകൊണ്ടാണ് ഈ യൂണിയൻ നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് പോകാൻ കഴിയുക? അത് താങ്കളുടെ പരാജയമാണ്. കാരണം ഈ ഇടത് സർക്കാർ, അവിടുത്തെ ഒന്നാമത്തെ സംഘടന CITU തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത്. അതിന്റെ നേതാക്കളാണ്. KSRTC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുള്ള ഒരു സ്ഥാപനമാണ്. വളരെ ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട് അവർക്ക്.
നിങ്ങൾക്കറിയാം പരിസംഖ്യ പിരിവ് അതുവഴി KSRTC നഷ്ടമായിരുന്നപ്പോഴും സംഘടനകളെന്നും റിച്ചായിരുന്നു. അതിന് കാരണം നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ ബാക്കപ്പോട് കൂടിയുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സംഘടനയാണ് അവിടെ ഉള്ളത്, സംഘടനകൾ. അപ്പോൾ അവർ വളരെ ബില്ലിജറൻ്റാണ്. അപ്പോൾ അവർക്ക് അത് അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഏത് സർക്കാരുള്ളപ്പോഴും അവർക്ക് വലിയ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നുകിൽ ഈ സംഭവം അല്ലെങ്കിൽ KSRTC, ഇതിൽ രണ്ടിലൊന്നേ ഇവിടെ വിജയിക്കും എന്ന് വെച്ചാൽ അവർ നേരിട്ട് പല കാര്യങ്ങളിലും ഇടപെടുകയും. അതെ അതെ അതെ, അവരങ്ങനെ ശീലിച്ചു പോയി. ഉദാഹരണത്തിന് ഇപ്പം ഡ്രൈവർ കം കണ്ടക്ടർ അവർ വേണം എന്നൊക്കെ പറഞ്ഞാൽ അവരിതിനെതിരാണ്. അതിന് കാരണം കണ്ടക്ടർമാരുടെ പ്രൊമോഷൻ കുറയുമെന്നുള്ളതാണ് അവിടെ പേടി. അപ്പോഴും ഓർക്കണം, ഡ്രൈവർമാരുടെ യൂണിയൻ്റെ അംഗങ്ങളാണ്, പക്ഷേ നമ്പർ കണ്ടക്ടേഴ്സിനാണ് കൂടുതൽ, കണ്ടക്ടേഴ്സിനാണ് മേധാവിത്വം. അതുകൂടാതെ ഇപ്പോൾ ഉദാഹരണത്തിന് സിംഗിൾ ഡ്യൂട്ടി വേണോ വേണ്ടതെന്ന് വെച്ചാൽ ഇവരെല്ലാം പരസ്യമായിട്ട് വേണമെന്ന് തന്നെ പറയും. പക്ഷേ ഇൻഡയറക്ട്ലി അതിനകത്ത് ഡ്യൂട്ടി പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ് കാരണം പണ്ടവിടെ നടന്നുകൊണ്ടിരുന്ന എന്താണ്, എല്ലാവരും 2 ഡ്യൂട്ടിയും എടുക്കും. അതാ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ലോക്കൽ ഓട്ടോ ഓടുന്നോളും വന്ന് 2 ഡ്യൂട്ടി എടുക്കും, ആഴ്ച 3 ദിവസം വരും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് 2 ഡ്യൂട്ടി കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും എഫിഷ്യൻ്റ് ആകാൻ കഴിയില്ല. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തെയും സംഘടനകളുടെ ഒരു പ്രത്യേകതയാണ്, അവരാദ്യം ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ അലിഗേഷൻ പറയും, അയാളെ പറ്റി വേറെ കുപ്രണങ്ങൾ പറയാം. അതൊക്കെ ഒരു സ്റ്റൈലാണ്. ഇതിലൊന്നും വിരളാത്ത ആളാണെന്ന് കണ്ടാൽ പിന്നെ അവരടുത്ത ലെവലിൽ എന്നെ മാറ്റാൻ സ്വാധീനമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിരന്തരം ഇവർ പരാതിക്കാരാണ്, സംശയമൊന്നും വേണ്ട. CPM സെക്രട്ടറിയുടെ മുമ്പിൽ പരാതിക്കാരായി പോയിട്ടുണ്ടാകാം, അതുവഴി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ താങ്കൾക്കെതിരെ പരാതിക്കാരായി പോയിട്ടുണ്ടാകാം. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സെറ്റിൽമെന്റ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി യോജിച്ചു പോകണമെന്ന നിലയിലൊരു ആലോചനകൾ ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിരുന്നു? എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ ഫ്രണ്ട്ലി ആകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടിയ ആളൊന്നുമല്ല, പരമാവധി അവരെ വിളിച്ചൊന്ന് കേൾക്കണം. നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അവർക്ക് കേൾക്കുന്നു, അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് വേണമെന്ന് പറയും. ഞാൻ അതിനടുത്ത ദിവസങ്ങൾ ഇവരെ വിളിക്കും, അപ്പോൾ തന്നെ അടിച്ചു പിരിയും. പ്രകടമായി CMD എന്ന നിലയിൽ താങ്കൾ എവിടെ വെച്ചാണ് ഇവരുമായി തെറ്റുന്നത്? ഒരു 125 പേർക്കോളം സ്ഥാനമാറ്റങ്ങളിൽ നിന്ന്, അതായത് ട്രാൻസ്ഫറിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് എൻ്റെ മുന്നിലുള്ള MD എഴുതി ഒപ്പിട്ട് കൊടുത്ത് അതിന് നിയമസാധ്യതയുള്ളതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇതൊന്നും ആ നിയമസാധ്യതയെക്കാളും വലിയ നിയമങ്ങൾ വരെ ഉണ്ടല്ലോ. ഈ ID ആക്ട് എന്ന് പറയുന്ന ഒരു സബ്സിഡറി ആക്റ്റാണ്. 12ഉം 15ഉം വർഷമായി ട്രാൻസ്ഫർ ഇല്ലാതെ ആൾക്കാർ ഇരിക്കുക. ഉദാഹരണത്തിന് എൻ്റെ ആസ്ഥാനത്ത് തന്നെ വർഷങ്ങളായിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്ത്. അതിൽ യൂണിയൻ നേതാക്കളും ഒക്കെ ഉണ്ടോ? സാധാരണഗതിയിൽ ഉണ്ടാകുമല്ലോ. ഈ ചീഫ് ഓഫീസുകൾ, അത്തരം മിനിസ്റ്റീരിയൽ കേന്ദ്രങ്ങൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു. ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് 400 പേരുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ എൻ്റെ പ്രസംഗത്തിലൊക്കെ ഇവരെ അധോലോകം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇവർ ഒരിക്കലും ശരിയാകത്തില്ലെന്ന്. പക്ഷേ ഇവർ ആദ്യം തന്നെ പൊളിറ്റിക് അങ്ങ് മാറ്റി. ആ പൊളിറ്റിക് അങ്ങ് മാറ്റി ഇവരെ ഇൻസുലേറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ആയി. പിന്നെ ഞാൻ ഇവരോട് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സ് തുറന്നു പറയാണ്, 8-9 മണി വരെയാണ് സ്ത്രീകൾ ഇരിക്കുന്നത്. CMDക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത യൂണിയൻ നേതാക്കളോ, അവർക്ക് ഈ വർക്ക് കൾച്ചർ ഇല്ലേ? അല്ല, എൻ്റെ കേസിൽ ഞാൻ മാറ്റിയ യൂണിയൻ നേതാക്കളെല്ലാം അവരുടെ സ്ഥലങ്ങളിൽ പോയി ജോയിൻ ചെയ്തു. അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ ഉള്ളിടത്തോളം കാലം അവർ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. കാരണം അവർക്കും പൊതുവിൽ ദൂരെയുള്ള സ്ഥലങ്ങൾ, അതായത് എനിക്ക് 2 ഘട്ടമായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിലായിരുന്നു ഈ ഓഫീസിലെ കൺട്രോളും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊരു മൊത്തത്തിലുള്ള ഡിസിപ്ലിൻ. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ റൂട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി, അതാണ് ഞാൻ ഒരു ദിവസം 1 കോടി രൂപയുടെ വരുമാനം വർധനമെന്ന് പറഞ്ഞ്. അത് ഈസി ആയിട്ട് പറ്റുമായിരുന്നു. കാര്യം 1200 ബസ്സുകൾ പല സ്ഥലത്തുനിന്ന് വിഡ്രോ ചെയ്തിരിക്കുക. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, 4000 തൊഴിലാളികളെ കുറയ്ക്കുകയും മറ്റ് 2000-2500 പേരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത് 45,000 നിന്ന് 31,000 ഇത് കൊണ്ടുവന്നപ്പോൾ എന്താ ഉണ്ടായത്? 1200 ബസ്സും പിൻവലിച്ചു. അപ്പോൾ അതിൻ്റെ 6000 തൊഴിലാളി മാറി 1200 ബസ്സും പിൻവലിച്ചു. പിന്നെ ഇതിൻ്റെ വരുമാനം ഏറ്റവും ഹിസ്റ്റോറിക്കലാകുക. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടുത്തെ ഏതൊരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനം അവിടുത്തെ തൊഴിലാളികളുടെ ഒരു സംതൃപ്തിയാണെന്നാണല്ലോ പറയുന്നത്. ഇവിടുത്തെയും അതാണ് ഒരു കാര്യം. പക്ഷേ ഇവിടുത്തെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ യാത്രക്കാരുടെ അസംതൃപ്തിയായി മാറുക. കാരണം ഏത് സ്ഥലത്ത് ഓടിക്കണം, എങ്ങനെ ഓടിക്കണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്ന അവിടുത്തെ ജീവനക്കാരുടെ സൗകര്യം കൂടെ നോക്കിയാൽ അത് പലപ്പോഴും തൊഴിലാളികളുടെ സൗകര്യം ആകത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, ബസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺവോയ് ഓടുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ വരുന്നവർക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലേ അവർക്ക് ശമ്പളമുള്ളൂ. അപ്പോൾ വരുന്ന പാടെ തന്നെ കുറച്ച് വണ്ടി എടുക്കുന്നു, ഓടിക്കുന്നു. അവിടെ ആരും നിയന്ത്രിക്കുന്നില്ല. ഈ ഷെഡ്യൂൾ ഇടുന്ന ആരാധന അറിയത്തില്ല. താങ്കൾ പറയുന്നത് 1.5 വർഷം
CMD ആയിരുന്നിരുന്നുവെങ്കിൽ KSRTCയെ ലാഭത്തിലാക്കുമായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 1200 ബസ് ഇറങ്ങിയാൽ ഒരു ബസ്സിന് ആവറേജ് ഒരു 15,000 രൂപ വെച്ച് കളക്ഷൻ കിട്ടും 2 ഷിഫ്റ്റായിട്ട്. ഒരു ഷിഫ്റ്റ് ഒരു 7,000 8,000 രൂപ. അപ്പോൾ 1200 ഇൻറ്റു 15,000 എന്ന് പറഞ്ഞാൽ എത്രയായി? അത് തന്നെ 2 കോടി എടുത്തായില്ലേ? അപ്പോൾ 2 കോടി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ KSRTCയുടെ പെർ ഡേ ഇറ്റ് ഈസ് വെരി ഈസി. അതാണ് ഈ KSRTCയുടെ എവിടെ തൊട്ടാലും നമുക്ക് അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അതാണ് ഇതിന്റെ ഒരു സംഭവം. ഈ കേരളത്തിൽ പറഞ്ഞു കേട്ടത് അങ്ങനെയല്ല, ഒരാള് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല. KSRTCയുടെ എവിടെ തൊട്ടാലും നഷ്ടമാണെന്ന് അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതല്ല ഞാൻ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഒരു ഉദാഹരണത്തിന് KSRTCയുടെ ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ 5 സ്ക്വയർ മീറ്റർ മൊബൈൽ കമ്പനിക്ക് ടവർ വെക്കാൻ കൊടുത്തു. നേരത്തെ കൊടുക്കാമായിരുന്നു. 50% ഡിപ്പോയെ കൊടുത്തുള്ളൂ. 25 കോടി രൂപയല്ലേ വരുമാനം കിട്ടിയത്. പരസ്യം കൊടുക്കുന്നു. നേരത്തെ 8 കോടി ഉള്ളായിരുന്നു, അത് നമ്മൾ 21 കോടിയാക്കി. വീണ്ടും അതിനെ 3 ആയിട്ട് വിരിച്ചു. പക്ഷേ ഇപ്പോൾ PRD ഗവൺമെന്റിന്റെ വകുപ്പെടുത്തിരിക്കുക ഈ മാസം 3 ഇരട്ടിയ വരുമാനം. എവിടെ കൊറിയർ കൊടുക്കുന്നു, സകല സ്ഥലത്തും ഇപ്പോ ഫ്ലെക്സ് വെക്കുന്നു. ഞാൻ പറയുന്നത്, ഞാൻ തോമസ് ഐസക് സാറിനോട് പറയുകയും ചെയ്തു, 1.5 വർഷം കഴിയുമ്പോൾ സാർ അങ്ങ് എന്നോട് ചോദിക്കും കുറച്ച് പൈസ മറിക്കാനുണ്ടോ തിരിച്ചു തരാം. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു പിന്മാറ്റം ഒരു താൽക്കാലികമായ ഒരു പിന്മാറ്റമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതിൽ ശ്രീ തച്ചങ്കരി താങ്കൾ വിശ്വസിക്കുന്നത് യൂണിയൻ നേതാക്കളുടെ കടുത്ത എതിർപ്പ് തന്നെയാണ് അതിന്റെ ഒരു വലിയ കാരണം? സംശയമില്ല. അത് മാത്രമേ അത്രയും ഈ യൂണിയൻ നേതാക്കൾ നീങ്ങുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, എൻ്റെ ഒരു സ്റ്റൈലിൽ എന്ന് വരെ MD ആണോ അന്ന് വരെ ഞാൻ മാത്രമേ. അതെ, അത് മനസ്സിലായി. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു ഉദ്യോഗസ്ഥനാണല്ലോ. പക്ഷേ KSRTCയുടെ CMD ആയതിനു ശേഷം താങ്കളുടെ വാല്യൂ കേരളത്തിൽ കൂടിയിട്ടുണ്ട്, പ്രതിച്ഛായ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിന് ആ പദവി വലിയ ഗുണം ചെയ്തു. താങ്കളുടെ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ, ആ പദവിയിൽ നിന്നിറക്കാൻ ഈ യൂണിയൻ നേതാക്കൾ ഒന്നിച്ച് AKG സെന്റർ കയറും, സർക്കാരിന് സമ്മർദ്ദം ചെലുത്തും എന്ന് ഇപ്പോൾ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഞാൻ ഇവിടുന്ന് ഈ പറയുന്ന രീതിയിൽ എൻ്റെ ഒരു ഗോള് കിട്ടിക്കഴിയുമ്പോൾ മാറണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കും സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രശ്നമായി ചർച്ച ചെയ്യുമ്പോൾ യൂണിയൻ നേതാക്കൾ ഒന്നിച്ച് മെച്ചപ്പെടുത്തിയ ഒരു CMDയെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കുകയാണ്. അല്ല, അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഗവൺമെന്റിന് എന്നോടൊരു അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ ഗതാഗത മന്ത്രിക്കോ മറ്റൊക്കെ ഒന്നും ഒരു വ്യത്യാസം. ഇതെല്ലാം തച്ചങ്കരിയുടെ തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണെന്ന് യൂണിയൻകാർ പ്രചരിപ്പിക്കുമ്പോൾ, രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മന്ത്രി സർക്കാരിന്റെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് പകർന്നു കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ശ്രീ തച്ചങ്കരിക്ക് പുറത്തു പോകേണ്ടി വരില്ല. ഇല്ലില്ല, അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോലും അറിഞ്ഞില്ല. അല്ല, അദ്ദേഹം എനിക്ക് വലിയ രീതിയിൽ, എൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നപ്പോൾ ഞാൻ പറയില്ല, പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹം എനിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് തന്നിരുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, യൂണിയൻ നേതാക്കളുമായി വളരെ സൗമ്യമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ആളാണ്. എങ്കിൽ നിങ്ങൾ ഇതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കുറച്ചുകൂടി സഹകരിക്കണം, തച്ചങ്കരിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മെസ്സേജ് CITU കേൾക്കില്ല എന്നാണോ പറയുന്നത്? അല്ല, ഇപ്പോൾ CITUവിന് ഈ പറയുന്ന എൻ്റെ മന്ത്രി നിങ്ങൾ പറയുന്ന പോലെ ഒരു ചെറിയ കക്ഷിയുടെ മന്ത്രി ആയിരിക്കാം, പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ലെവലുള്ളവരും CITUവിനോട് പറഞ്ഞിരിക്കും. കാരണം ഈ എന്നെ ഇവിടെ അയക്കുന്നതുമൊക്കെ ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ ഒരു ഭാഗമല്ലല്ലോ. ഞാൻ കേട്ടത് ഈ കാലയളവിൽ യൂണിയനുകളുടെ മെമ്പർഷിപ്പ് കുറഞ്ഞു എന്നാണ് കേട്ടത്. അത് ശരിയായിരിക്കും, അത് ശരിയുമാണ്. അതിന് കാരണം വല്ലാത്ത കലിപ്പിലായിരുന്നു. അല്ല, യൂണിയൻ നേതാക്കളുണ്ടായിരുന്നു. അവരുടെ എങ്ങനെയാണ് എനിക്ക് മെമ്പർഷിപ്പ് അതായത് ഞാൻ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്നാണ് അവർ വരിസംഖ്യ കുറയ്ക്കുന്നത്. അപ്പോൾ ആ ബാങ്ക് എനിക്ക് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്, എവിടെ കൂടുന്നു, എവിടെ കുറയുന്നു, എവിടെ ആരും ഒപ്പിടാതിരിക്കുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇവരുടെ മെമ്പർഷിപ്പ് മൊത്തത്തിൽ കുറയുന്നു. പക്ഷെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുകയല്ല ചെയ്യുന്നത്, മൊത്തത്തിൽ കുറയുന്നു. അതിന് കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഞാൻ വന്ന ദിവസങ്ങളിൽ തന്നെ ഇവരോട് പറഞ്ഞു, എനിക്കും തൊഴിലാളിക്കും ഇടയ്ക്ക് മറ്റൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങനെയാണ്, ഡയറക്റ്റാണ്. പക്ഷെ അവരവിടെ ഒരു മധ്യസ്ഥമായിട്ട് നിൽക്കുകയാണ്. പണ്ട് എന്തെങ്കിലും ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ ജീവനക്കാരൻ്റെ MDയോട് പറയണമെങ്കിൽ ഈ യൂണിയൻ വഴിയേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. അപ്പം ഇടയ്ക്ക് ഒരാളെ ആവശ്യമില്ലെന്ന് കാണുമ്പോൾ ഇവരതനുസരിച്ച് അറിയാം, മനുഷ്യൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, അങ്ങനെയുള്ളൊരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലാതെ കാര്യങ്ങൾ നടക്കുന്നുകൊണ്ട് MD ഡയറക്റ്റ് മിണ്ടാനും തയ്യാറാണ്. പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? ട്രേഡ് യൂണിയനുകളുടെയും യൂണിയൻ നേതാക്കളുടെയും ശൈലി മാറിയില്ല എങ്കിൽ എത്ര വലിയ കാര്യം ചെയ്താലും KSRTCക്ക് മാറില്ല, മുന്നോട്ട് പോകാനാകില്ല. അത് മാറില്ല, സംശയം വേണ്ട കാര്യത്തിൽ. അത് മറ്റുപോലെ CMDമാരും പറയാൻ ധൈര്യപ്പെടത്തില്ല. ഞാനത് പറയുന്നു. KSRTCയെ ലാഭത്തിലാക്കാമെന്ന് മാത്രമല്ല, പഴയ കടങ്ങളൊക്കെ തീർക്കാനും കഴിഞ്ഞേനെ. ഇപ്പോൾ 700 കോടി രൂപയോളം കടമുണ്ട് പല സ്ഥലത്തും. കാരണം ഇവിടെ എല്ലാ തലങ്ങളിലും നഷ്ടമുണ്ടായിരുന്നാലും, ഞാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു,
നമ്മൾ ആരെയും പ്രതീക്ഷിക്കുമോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിക്കുന്നു? ഇവിടെ സംഭവിച്ചെന്താണെന്നറിയോ? ഒരു മാസം ഞങ്ങളുടെ ചിലവിൽ 100 കോടിയോളം ഡീസലാണ്, 90 കോടി ശമ്പളം, 62 കോടി പെൻഷൻ സർക്കാർ കൊടുക്കുന്നു, 30 കോടി തിരിച്ചടവ് ഏതാ ഈ ലോൺ വായ്പൻ്റെ, പിന്നെ 10 കോടി ടയർ ഇയർ. അപ്പോൾ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ശമ്പളവും ഡീസലുമാണ്. അപ്പോൾ ഡീസൽ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരോർത്തത് കോൺസ്റ്റൻ്റ് ആണ്. എനിക്കൊരു സംശയം തോന്നി, ഇവിടുന്ന് ഒരു ടീമിനെ കർണാടക വിട്ടപ്പോൾ ഞെട്ടിപ്പോയി. 1 ലിറ്റർ ഡീസലിന് കർണാടകയിൽ കൊടുക്കുന്നേക്കാൾ 2 രൂപ കൂട്ടി അവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാങ്ങുന്നു. ഒരു ദിവസം ഞാൻ വാങ്ങുന്ന ഡീസൽ 4.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ. അരാജകത്വത്തിൻ്റെ ഒരു പഞ്ചാംഗമാണ് ഈ സ്ഥാപനം. ഞാൻ പറയാറുണ്ട്, നരകത്തിലേക്ക് വണ്ടി അയച്ചാലും എല്ലാ ദിവസവും അയക്കണം, കൃത്യസമയത്ത് അയക്കണം. അത് ക്ലീൻ ആയിട്ട് വിട്ടാൽ ആ വണ്ടി ഫുള്ളായിരിക്കും. നരകത്തിലേക്ക് പോയാലോ? അതാണ് ഈ KSRTC പ്രത്യേകത. ഒരു ദിവസം 8 മണിക്ക് കണ്ടക്ടർ ലേറ്റ് ആകുമ്പോൾ 10 അവൻ തന്നെ മാറ്റി അങ്ങ് വെക്കുക. ഇത്ര സ്ഥലത്ത് കണ്ടുപിടിക്കുന്നറിയോ? അപ്പൊ അവിടെ എല്ലാം നമ്മൾ പിടിക്കുമ്പോൾ ഇവരെയും കൊണ്ട് ഈ യൂണിയനുകൾ എത്താറുണ്ട്. അതായിരുന്നു ഇവിടെ മുമ്പ് സംഭവിച്ചിരുന്നത്. അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരാളതിന് വലിയൊരു മോഷണം നടന്നു, 1 മാസം അവനെ സസ്പെൻഡ് ചെയ്യും, അവൻ്റെ പേര് കേസൊന്നും എടുക്കില്ല, 1 മാസം കഴിയുമ്പോൾ റീഇൻസ്റ്റേറ്റ് ചെയ്യും, അവൻ വേറെ സ്ഥലത്ത് പോയി ജോലി. താങ്കളുടെ കാലത്തോ FIR ഇട്ടു. എത്ര FIR പല സ്ഥലത്തും പൂക്കൾ കൊണ്ടുവരിക. ഏതാ ദീർഘദൂര സർവീസ് പൂക്കൾ കയറ്റി വെക്കും, 1 പൈസ എഴുതത്തില്ല. അല്ല വണ്ടി ഏതാ ഈ സ്കാനിയ ബസ്സിലൊക്കെ ബൈക്ക് അടക്കം കൊണ്ടുവരിക. ഇതൊക്കെ നമുക്ക് സ്ഥാപനത്തിൽ കൊണ്ടാവും. ഒന്നും വേണ്ട, നമ്മൾ വണ്ടി ചവിട്ടി കൊടുക്കുന്നു ഭക്ഷണം കഴിക്കാൻ, അതിന് ഫുഡ് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ തോട്ടം നിർത്തുന്ന എവിടാ മനസ്സിലായോ? ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഫുഡ് സ്റ്റോപ്പ് നമ്മൾ വിൽക്കാൻ തുടങ്ങി. അതായത് ടെൻഡർ വിളിക്കും, അവൻ വന്ന് എത്ര കിട്ടുന്നത് 300 രൂപ ഒരു വണ്ടി നിർത്തി കൊടുത്താൽ, ഏതാ ലഞ്ച് കൊടുത്താൽ, ഡിന്നർ നിർത്തി 500 രൂപ. ഓ, നിങ്ങൾ ഓർക്ക് എന്തിനു ചെറ്റത്തരം കാണിക്കുന്നത്, MD എന്തിനാ ചെറ്റത്തരം? പക്ഷേ 2000 ചിൽ ബസ് ഉണ്ടല്ലോ, അത് 220 പണ്ടുണ്ട്, 240 ഉണ്ട്. അതിൽ കണ്ടക്ടർ പുറത്ത് നിന്ന് ടിക്കറ്റ് കൊടുത്ത് കണ്ടക്ടർ ആ വണ്ടി ഇരിക്കുന്നില്ല എന്നിരിക്കട്ടെ, ഒരു കണ്ടക്ടറുടെ 1 സീറ്റ് വിറ്റാൽ 1 വർഷത്തെ ഞങ്ങളുടെ ലാഭം എത്രയാണെന്നറിയോ? ഏതാണ്ട് 30-32 കോടി രൂപ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ്? 375 രൂപയാണ് ഇവിടുന്ന് എറണാകുളം തിരുവനന്തപുരം വണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എത്രയാണ്? 750 രൂപ. 750 ഇൻറ്റു നമുക്ക് 200 വണ്ടിയുണ്ട്, എത്രയാണ്? ഒരു ദിവസം തന്നെ ഏതാണ്ട് 1 ലക്ഷം, 10 ലക്ഷം രൂപ എടുത്ത്. ഇന്ദു 365 എത്രയാണ്? 5.5 കോടി രൂപ. അയാളുടെ ശമ്പളം 2 പേര് വേണം, അയാളുടെ പെൻഷൻ എല്ലാം കൂടെ നോക്കിയാൽ 32 കോടി രൂപ. ഇതൊന്നും ഇവർക്കങ്ങ് സഹിക്കുന്നില്ല. അപ്പോൾ കണ്ടക്ടർ എല്ലാം അങ്ങനെ പോകും. അങ്ങനെയല്ല, ദീർഘദൂര സർവീസുകളൊക്കെ പറ്റുന്ന ഡ്രൈവറുടെ ഒരു കുന്തം കൊടുക്കും. മിക്കവാറും എല്ലാം ഇത് ഓൺലൈനാണ്. അവ കയറുമ്പോൾ ഒരു 10 പേര് വണ്ടി കയറുമായിരിക്കും. അത് ആ ഡ്രൈവർക്ക് കൊടുത്ത് അവന് 75 രൂപ മാറ്റം കൊടുത്ത് അവന് ഹാപ്പി. അങ്ങനെയാണ് തമിഴ്നാടും കർണാടകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ പറ്റില്ല. എന്തിന്? ഒരു ടയർ കേടായാൽ ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ ഹെഡ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഡിപ്പോയിൽ നിന്ന് വണ്ടി വന്ന് മാറുന്ന പരിപാടി? മൊബൈൽ പഞ്ചറിന്റെ കാലം. മൊബൈൽ നിങ്ങൾ ഓർക്കണ്ടേ, നമ്മൾ തന്നെ അടുത്തുനിന്ന് ഒരാളെ വിളിച്ച് അതിന് 2000 രൂപ എഴുതി മേടിക്കട്ടെ. ഇവിടെ സംഭവിക്കുന്നത് ഇവന്മാരെല്ലായിടത്തും ആളെ നിർത്തും. ഇപ്പോഴും പോകുന്ന ഇതൊക്കെ എങ്ങനെ വന്നു? ഇത് ഈ കേരളത്തിൽ എങ്ങനെ നടക്കുന്നു? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇതെങ്ങനെ അംഗീകരിക്കുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത് ഒരാശയത്തിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, അങ്ങനെയാണെങ്കിൽ ഇതിൽ അടിസ്ഥാനപരമായി സർക്കാരും വിശേഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറ്റവും ഒടുവിൽ ഈ ട്രേഡ് യൂണിയൻ ധാർഷ്ട്യത്തിന് മുമ്പിൽ താങ്കൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കീഴടങ്ങി. അതുകൊണ്ടാണ് താങ്കൾക്ക് പടിയിറങ്ങേണ്ടി വന്നത്. അല്ല, ആളുകൾ അങ്ങനെ വിചാരിച്ചാൽ വരെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. 2, എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളൊരു ഗവൺമെൻറ് മറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും, ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാരണം. എനിക്ക് ഗവൺമെന്റിനോട് പരാതി. തച്ചങ്കരി, താങ്കൾ താങ്കളുടെ കാര്യം മാത്രമെന്ന നിലയിലേക്ക് ചുരുങ്ങിയാണ് സംസാരിക്കുന്നത്. അതിന്റെ പരിമിതി എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ മാത്രമേ മിടുക്കനായിട്ടുള്ള ഓഫീസർ എന്ന് കരുതാൻ കഴിയുന്നില്ലല്ലോ. ഇനിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കും. ഇനി അഥവാ ഒരു കാലഘട്ടം വരുമെങ്കിൽ വീണ്ടും എന്നെ നിയോഗിച്ചെന്നിരിക്കും. അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ KSRTCക്ക് ഒരു ഡയറക്ഷൻ നൽകാൻ കഴിയും. പക്ഷേ അതിൽ തെറ്റായ സന്ദേശമാണ് ആത്യന്തികമായി പോയത്. ഇതിനെ നന്നാക്കാൻ ശ്രമിച്ചൊരു ഉദ്യോഗസ്ഥനെ പാതി വഴിയിൽ ഇറക്കി വിട്ടു KSRTCയുടെ അതേ ശൈലിയിൽ. പകരം എന്താണ്, അവരാഗ്രഹിക്കുന്ന പോലെ KSRTC മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു അപകടകരമായ സൈനാണ് നമ്മുടെ മുമ്പിൽ. അല്ല, പക്ഷേ അതിനുവേണ്ടി ഗവൺമെൻറ് എനിക്ക് പിന്നാലെ വരുന്ന MDയോട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എൻ്റെ ഒരു ആഗ്രഹവും അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതും ഞാനെടുത്ത അതേ പാതയിൽ തന്നെ ട്രേഡ് യൂണിയൻകാരെ അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ സ്പീഡ്, ഈ ഡയറക്ഷൻ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ശ്രീ തച്ചങ്കരിയെ മാറ്റേണ്ട യാതൊരു കാര്യമില്ലല്ലോ, പകരം ഒരാൾ വരേണ്ട പ്രശ്നമില്ലല്ലോ. ഞാനും അവരുമായിട്ട് അവർക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു MDമാർ ഇതുപോലെ അങ്ങ് റെസിസ്റ്റ് ചെയ്തില്ല.
അപ്പോൾ ആദ്യമായിട്ട് ചെയ്തൊരു MD ഇങ്ങനെ കാണിക്കുന്നു. ഇനി വരുന്ന ആൾ ചെയ്യുമ്പോൾ പിന്നെ അവർ ഓർത്തോളമായിരിക്കും എല്ലാ MD-മാരും ഇനി വരാവുന്ന ഈ ഇങ്ങനെയാണ്. ജീവനക്കാരുടെ, തൊഴിലാളികളുടെ, ആരുടെയുമായിട്ട് KSRTCയുമായി ബന്ധപ്പെട്ടവരുടെ ഈ സ്വകാര്യ ബസ് ബന്ധം അത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട വിജിലൻസിന് കൈമാറിയത് നിങ്ങളുടെ കസേര തെറിപ്പിക്കുന്നതിന് കാരണമായ ഒന്നാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ലെവലിലായിരുന്നു നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അതായത് ഇവർ കാശ് കൊടുത്ത് വണ്ടി മാറ്റിച്ചാൽ ആ വണ്ടി അല്ലാത്ത സമയത്ത് ഞാൻ ഓടിച്ച കാര്യം കഴിഞ്ഞില്ലേ. അപ്പം ആവക കാര്യങ്ങളൊക്കെ ഇവർ പിടിക്കപ്പെടുമെന്ന് സഞ്ചരിച്ചു തുടങ്ങി. കാരണം അതല്ലെങ്കിൽ ഒരു ദിവസം 1 കോടി വർധനവ് നടക്കില്ലല്ലോ. പ്രൈവറ്റുകാർ വളരെയധികം അസ്വസ്ഥരായിരുന്നു. കാരണം ഈ 1200 ബസ്സുകളും പ്രൈവറ്റ് സെക്ടറിലേക്കാണ് കയറ്റാൻ ഉദ്ദേശിച്ചത്. പണ്ട് ഇവർ ചെയ്യുന്ന ഒരു 10 ബസ് ഇപ്പോൾ ഓടുന്ന ഒരു സ്ഥലത്ത് 2 ബസ്സുമായിട്ട് KSRTC ചെയ്യും. നമ്മൾ പ്ലാൻ ചെയ്തതല്ല. ഈ 10 ബസ് പ്രൈവറ്റ് ഓടുന്നിടത്ത് ഒരു 20-25 ബസ്സുമായിട്ട് KSRTC ചെയ്യുന്നു. ഒരു മാസം നഷ്ടത്തിൽ ഓടിക്കാൻ പ്ലാൻ ചെയ്യും. അപ്പം മറ്റവരങ്ങ് ഓട്ടോമാറ്റിക്കലി മാറും. കാരണം അവർക്ക് അത്രയും അപ്പോൾ അങ്ങനെ ഓരോരോ റൂട്ടുകൾ പിടിക്കാനായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് ഓട്ടം തരികയില്ല. ഈ റെയിൽവേക്ക് സമാന്തരമായിട്ടുള്ള ഓട്ടങ്ങളാണ് നമുക്ക്. അതേസമയം കിഴക്ക് പടിഞ്ഞാറ് ഓട്ടങ്ങൾ മുഴുവൻ പ്രൈവറ്റില്ല. കോട്ടയം, കുമളി, അങ്ങനെ പല അവിടെയൊക്കെ നമ്മളങ്ങ് എൻട്രി ചെയ്ത് നമ്മുടെ ശക്തി കാണിച്ചുകൊണ്ട് എൻട്രി ചെയ്യുന്നത്. അതാ വലിയ നമ്പറായിട്ട് ചെല്ലുന്നു. അപ്പോൾ അവർ അതായത് ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വലിയ ദുഃഖം അവശേഷിക്കുന്നത് ഈ വലിയ റൂട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള KSRTCയുടെ ഒരു വലിയ മിഷൻ നടത്താൻ കഴിയാതെ അവിടെയാണ് പറഞ്ഞത്. ഞാൻ നന്നാക്കി എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വളരെയധികം ബസ്സുകൾ പിൻവലിക്കപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഒരുപാട് പരാതികൾ വന്നു. അപ്പോഴും അവർ കാത്തിരുന്നത് ഈ മനുഷ്യൻ അത് കറക്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആ ഗുണം ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു ഔത്സുക്യത്തിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം ഈ 1200-1500 ബസ്, പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് തരുന്ന 400-500 ബസ്, അപ്പോൾ ഇവിടുത്തെ ബസ് മാറാം. 10,500 ബസ്സുകളുമായി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗ്രാമീണ മേഖല മൊത്തം അങ്ങ് കലക്കാൻ വെച്ചു. ഇവിടെ ലാഭം ഉണ്ടായാലും അവിടെ കോസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഒരു ഗുഡ് വില്ല് കിട്ടാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വിഡ്രോ ചെയ്യപ്പെട്ട ബസ്സുകളുടെ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക. അതെനിക്ക് കഴിയാത്തത് എനിക്ക് വിഷമമുണ്ട്. അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു ദുഃഖം. ഏതായാലും സേവ് KSRTC എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മലയാളിയുടെ ആവശ്യത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അകാരണമായി താങ്കളെ ഒഴിവാക്കിയ സർക്കാരിനോടുള്ള പ്രതിഷേധത്തിന് യാതൊരു അയവുമില്ല എന്ന് പറയുന്നതിനോടൊപ്പം ഈ അനുഭവം താങ്കൾക്ക് കൂടുതൽ മികച്ച ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ വഴിയൊരുക്കട്ടെ. സർക്കാരിനോട് എനിക്ക് ഒരു പരിഭവം അല്ല, ഞാൻ പൊതുവായ പ്രശ്നമാണ് പറഞ്ഞത്, താങ്കളുടെ ഭാഗത്ത് നിന്നല്ല. ഞാൻ KSRTCയുടെ കാര്യത്തിൽ സർക്കാരിന്റെ വെല്ലുവിളി കൂടി. അല്ല, വെല്ലുവിളികൾ കൂടണമല്ലോ. കാരണം ആരാണോ എൻ്റെ മാറ്റത്തിന് കാരണമായിട്ടുള്ളവർ ഇതിന് മറുപടി പറയണമല്ലോ. സർക്കാർ അവിടെ കേട്ടെങ്കിൽ സർക്കാർ അവരോട് ചോദിക്കുമല്ലോ, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അയാളെ മാറ്റി, അങ്ങനെ അറിയാണെങ്കിൽ തന്നെ. ഇനി നിങ്ങൾ അപ്പം നാട്ടുകാർക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളതിന് ഉത്തരവാദിത്വം പറയണം. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം മാറി. ഒരുപക്ഷെ ട്രേഡ് യൂണിയനിസത്തിൻ്റെ സ്വഭാവം മാറാനും ഇത് കാരണമായിരിക്കാം. കാരണം അവർക്കും ഇനി റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ ഇതുപോലെ കൂടണം. ഈ മാസത്തെ ശമ്പളം ഇവർ സ്വന്തമായിട്ട് കൊടുക്കണം. ഗവൺമെൻറ് അല്ലേ ചെല്ലുമ്പോൾ ചോദിക്കും. അയാളോട് ഉണ്ടായിരുന്ന കൊടുക്കുമായിരുന്നല്ലോ. കൊടുക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു, 100% കഴിയുമായിരുന്നു. അപ്പോൾ അടുത്ത മാസങ്ങളിൽ KSRTCക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമോ ഇല്ലെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പിന്നെ യാത്രാ സൗകര്യങ്ങൾ ഇനി കുറയാൻ പാടില്ല. അപ്പോൾ ഈ മാറ്റത്തിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എൻ്റെ ആഗ്രഹം ഞാൻ മാറിയാലും KSRTCക്ക് ഒരു കുഴപ്പമുണ്ടാകും. അതായത് രാജ്യത്തെ ഏറ്റവും ലാഭകരമായ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി KSRTCക്ക് മാറാൻ കഴിയും. കാരണം ഇവിടെ മാത്രം ഫുള്ള് നമ്മൾ 20% അല്ലേ ഉള്ളൂ. 80% പുറത്ത് കിടക്കുകയല്ലേ. ആ 80%ത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആ 80% കിട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ 80 അല്ല 100% പൊതുമേഖലയാണ്. ആ പൊതുമേഖല ചെന്നാലാവോ. നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ KSRTCയുടെ ഭാഗമല്ലെങ്കിലും KSRTCയുടെ നന്മയ്ക്കും രക്ഷയ്ക്കും ഒരു തണൽ മരം പോലെ, ഒരു ആൽമരം പോലെ താങ്കൾ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും KSRTC ഗവൺമെന്റ് എന്നോട് നോക്കരുതെന്ന് പറയുന്ന സമയം വരെ, പറയുന്നത് വരെ എന്നോട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. എനിക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷൻ കൊടുക്കും. ഇത് മാറും എന്ന് തന്നെ. യൂണിയനുകളുടെ വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടെങ്കിൽ നിസ്സംശയം തുറന്നു പറയും. കാരണം അത് വഴിവിട്ട ഇടപെടലുണ്ടെങ്കിൽ സ്ഥാപനം പോകും, പഴയ സ്ഥിതിയിലേക്ക് പോകും. അങ്ങനെ വരാൻ പാടില്ല. അവിടെയാണ് എൻ്റെ മെയിൻ ക്രഞ്ച് ഇരിക്കുന്നത്. അത് എൻ്റെ പിന്നാലെ വരുന്ന സഹപ്രവർത്തകൻ ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.